കാട്ടാനശല്യം രൂക്ഷമായതോടെ തിരുവനന്തപുരം വിതുര മണലിയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. കാട്ടാന ആദിവാസികളുടെ കൃഷി വ്യാപകമായി നശിപ്പിക്കുകയാണെന്ന് പരാതി. പരിക്കേറ്റ കാട്ടാനയെ ചികിത്സിച്ച ശേഷം വനംവകുപ്പ് കാട്ടിലേക്ക് കയറ്റിവിട്ടിരുന്നു. കാട്ടാനയെ മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സരിസ ചേരുന്നു. സരിസ, എത്രത്തോളം ബുദ്ധിമുട്ടിലാണ് നാട്ടുകാർ? ധന്യ, ഈ വിതുര മണലി പ്രദേശം എന്ന് വെച്ചാൽ കാണിക്കാർ എന്നൊരു ആദിവാസി വിഭാഗം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പാലോട് ഫോറസ്റ്റ് റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന പ്രദേശത്താണ് ഈ കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്നത്. ഇവരുടെ കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നു എന്നതാണ് പരാതി. കഴിഞ്ഞ 15 ദിവസം മുൻപ് ഇത്തരത്തിൽ ഇവർ കഞ്ഞിവെച്ച് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചിരുന്നു. അപ്പോൾ ഇവർക്ക് ഉറപ്പ് കൊടുത്തതാണ് ഈ കാട്ടാനയെ അവിടെ നിന്ന് മാറ്റുമെന്ന് ഉറപ്പ് കൊടുത്തതാണ്. എന്നാൽ ഈ പരിക്ക് പറ്റിയ കാട്ടാനയെ വീണ്ടും മരുന്ന് വെച്ച് ഉൾവനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇറക്കിവിടുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കാട്ടാന ഇവരുടെ കൃഷി വീണ്ടും നശിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് അവിടെയുള്ള ആദിവാസികൾ, കൃഷിക്കാരായിട്ടുള്ള നാട്ടുകാർ പ്രതിഷേധവുമായി മുൻപോട്ട് വന്നത്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. DFO അതുപോലെ തന്നെ ഈ നാട്ടുകാരും തമ്മിൽ ചർച്ചകൾ നടത്തിയിരുന്നു, അധികൃതരും തമ്മിൽ ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ അതിലൊക്കെ ഇപ്പോൾ കാട്ടാനയെ മാറ്റാമെന്ന് ഇവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. 15 കിലോമീറ്റർ ഉൾവനത്തിലേക്ക് മാറ്റാമെന്നായിരുന്നു ആദ്യം നൽകിയ ഉറപ്പ്. എന്നാൽ അതിനോട് നാട്ടുകാർ അത് സമ്മതിക്കുന്നില്ല. ഇത്തരത്തിൽ ഉൾവനത്തിലേക്ക് കയറ്റുകയാണെങ്കിൽ വീണ്ടും കൃഷി നശിപ്പിക്കാനുള്ള ശ്രമമാണ് കാട്ടാനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. അത്തരത്തിലാണ് അവരുടെ ഒരു ചരിത്രം എടുത്താൽ തന്നെ അവർക്ക് വ്യാപകമായിട്ട് ഇത്തരത്തിൽ കാട്ടാന ഉണ്ടാവുകയും അതിനെ ഫോറസ്റ്റുകാർ പിടിച്ചാലും പരിക്കു പറ്റിയാലും തിരിച്ച് കാട്ടിലേക്ക് അയക്കുകയും വീണ്ടും ഇവരുടെ കൃഷി നശിക്കുന്നതുമാണ് അവിടെ ഉള്ള ഒരു സ്ഥിരം കാഴ്ച. ഇതുതന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോൾ ഉൾവനത്തിലുള്ള കാട്ടാനയെ RRT സംഘം നിരീക്ഷിക്കുന്നുണ്ട്. ഇവരുടെ ആവശ്യം കാട്ടാനയെ അവിടെ നിന്ന് മാറ്റണമെന്ന് തന്നെയാണ്. ഇനിയും ഉൾവനത്തിലേക്ക് ഇറക്കിവിട്ടാൽ കാട്ടാന വീണ്ടും വന്ന് ഇവരുടെ കൃഷി നശിപ്പിക്കും. അതുകൊണ്ട് കാട്ടാനയെ അവിടെ നിന്ന് മാറ്റണമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ധന്യ. ശരി.